ഹായ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകും നമ്മുടെ ചാപ്റ്റർ 7 ഇലക്ട്രിക് കറന്റ്. ഓക്കെ ആണല്ലോ? അതിന്റെ മുന്നേ നിങ്ങളുടെ പഠിപ്പൊക്കെ എവിടെ എത്തി? കംപ്ലീറ്റ് ആയോ? ഓക്കെ ഓക്കെ. സോ നമുക്കൊരു ഫൈനൽ റിവിഷൻ എന്ന രീതിയിലാണ് മാം ഈ ഒരു ചാപ്റ്റർ എടുക്കുന്നത്. ഡീറ്റെയിൽഡ് റിവിഷൻ അല്ല നൽകുന്നത്, നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു റിവിഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് കറന്റ്. ഓക്കെ, അപ്പൊ എന്താ മക്കളെ ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാല്? നമുക്കറിയുന്ന കാര്യം, നമ്മൾ 8th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ട്രിക് കറന്റ് ഇസ് ദ ഫ്ലോ ഓഫ് ചാർജസ്. ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ചാർജുകളുടെ ഫ്ലോ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്ത്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴേ എന്തുണ്ടാവുള്ളൂ? കറന്റ് ഉണ്ടാവുള്ളൂ. കറന്റ് ഉണ്ടാകാൻ അവിടെ എന്ത് വേണം? ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യണം. ഓക്കെ, സോ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറന്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണടാ? അവിടെ ഒരു വ്യത്യാസം വേണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബീക്കർ ഉണ്ട്. ഓക്കെ, ഇവിടെയും ഒരു ബീക്കർ ഉണ്ട്. മാം എന്ത് ചെയ്തു? ഇതിൽ വാട്ടർ ഫിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ടൊരു ട്യൂബ് കണക്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്യൂബ് കണക്ട് ചെയ്യാണ്. ട്യൂബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യോ? ട്യൂബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യോ? ചെയ്യത്തില്ല. വാട്ടർ ഫ്ലോ ചെയ്യത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു ബീക്കറും ഇവിടെ ഒരു ബീക്കറും വെച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്യൂബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുമോ? ഫ്ലോ ചെയ്യും. കാരണം എന്താണ്? ഇവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അല്ലെ? ഹൈറ്റ് ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ വാട്ടർ ഫ്ലോ ചെയ്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പൂൺ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു ഹോട്ട് വാട്ടറിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ സം ടൈം നമ്മൾ സ്പൂൺ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യും? നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു ഹോട്ട്നെസ് ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടാണ്? ഈ ചൂട് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? ഹീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹയർ റീജിയനിൽ നിന്നും ലോവർ റീജിയനിലോട്ട് ട്രാവൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്ലോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് കറന്റ് ഇതുപോലെ തന്നെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇലക്ട്രിക് ചാർജുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വേണം. ഇലക്ട്രിക് ചാർജുകളുടെ എണ്ണത്തിൽ ഒരു വ്യത്യാസം വേണം. ഓക്കെ, സോ ഇലക്ട്രിക് ചാർജുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുകയുള്ളൂ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് കറന്റിന്റെ കേസിൽ ഈ ഒരു വ്യത്യാസത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താ പറയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ട്രിക് കറന്റ് ഉണ്ടാകാൻ അവിടെ എന്ത് വേണം? ഫ്ലോ ഓഫ് ചാർജസ് വേണം. ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണടാ? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ഫ്ലോ ചെയ്യുള്ളൂ? കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. ഇനി ഇനി ഒന്ന് നോക്കിയേ. ഓക്കെ, ഇവിടെ ഒരു ഒരു 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ ഒരു 3 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? സോ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് പറ്റൂടാ? ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് 2 എണ്ണം കൊടുക്കാം. ഓക്കെ, സോ ഇപ്പൊ എന്ത് ചെയ്തു? ഒരാൾ ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇവിടെയും 3 എണ്ണം, ഇവിടെയും 3 എണ്ണം. ഓക്കെ ആണല്ലോ? ഇനി ഇനി കറന്റ് ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യോ? ചെയ്യത്തില്ല. കാരണം എന്താണ്? 2 സൈഡിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 3 ആണ്. ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് ഈ ഒരു ചാർജ് ഫ്ലോ ചെയ്യണം അല്ലെ? ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് മക്കളെ? സെല്ല് അല്ലെങ്കിൽ ബാറ്ററി. സെല്ലും ബാറ്ററി നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? വ്യത്യാസം വേണം, കറന്റ് ഫ്ലോ, ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഫിസിക്സിന്റെ വേർഡ്സ് നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫൈൻ ചെയ്യുന്നത്? Potential difference between 2 points in a circuit is the quantity of work done in moving a unit positive charge from one point to another. Okay, അപ്പൊ എന്താണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ വേണ്ടി സി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്നും ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം?
വർക്ക് ചെയ്യണം. സോ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് ആര്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് ഇനി ആരാ മക്കളെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബാറ്ററി അല്ലെങ്കിൽ സെല്ലാണ്. എന്താണ്? ബാറ്ററി അല്ലെങ്കിൽ സെല്ല്. ഓക്കെ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ മറ്റൊരു പേരാണ് എന്ത്? വോൾട്ടേജ്. എന്താണ്? വോൾട്ടേജ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ മറ്റൊരു പേരാണ് എന്ത്? വോൾട്ടേജ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാലും പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞാലും വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെയും വോൾട്ടേജിന്റെയും യൂണിറ്റ് എന്താ മക്കളെ? വോൾട്ട് ആണ്. എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താ ചോദിച്ചാൽ നിങ്ങൾ എന്താ എഴുതേണ്ടത്? വോൾട്ട്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്താ? വോൾട്ട് മീറ്റർ. എന്താണ്? വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ എന്താ പറയാ ഡിവൈസ് നമ്മൾ പറയുന്ന പേരാണ് വോൾട്ട് മീറ്റർ. എന്താ പറയാ? വോൾട്ട് മീറ്റർ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എന്താടാ ഒരു 1 വോൾട്ട് എന്ന് പറഞ്ഞാല്? 1 വോൾട്ട് എന്ന് പറഞ്ഞാല് ഒരു കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 1 ജൂൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2 പോയിന്റ്സിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 1 വോൾട്ട്. ഓക്കെ, നമുക്ക് അറിയുന്ന കാര്യമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു വർക്ക്. ഓക്കെ, so potential difference V equal to work done by charge. Okay, work done by charge. Okay ആണല്ലോ? അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ ഇവിടെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാ? 1 കൂളം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1 ജൂൾ വർക്ക് ചെയ്തു. 1 ജൂൾ വർക്ക് ചെയ്തു. 1 ജൂൾ വർക്ക് ചെയ്താണെങ്കിൽ നമ്മൾ എന്ത് പറയും? അവിടെയുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആണ്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു W/Q. പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈക്വൽ ടു W/Q. നമുക്കറിയാം വർക്കിന്റെ യൂണിറ്റ് എന്താണ്? വർക്കിന്റെ യൂണിറ്റ് ജൂള്. ചാർജിന്റെ എന്താടാ? കൂളം. എന്താണ്? കൂളം. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു ജൂൾ പെർ കൂളം. എന്താ പറയാ? ജൂൾ പെർ കൂളം. ജൂൾ പെർ കൂളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വോൾട്ട്. എന്താണ്? വോൾട്ട്. ഓക്കെ, ചില സമയങ്ങളിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് എന്ന് കാണാം. ചില സമയങ്ങൾ എങ്ങനെയായിരിക്കും? ജൂൾ പെർ കൂളം. ജൂൾ പെർ കൂളം എങ്ങനെയാ കിട്ടിയത്? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡൺ ബൈ ചാർജ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളം. സോ ജൂൾ പെർ കൂളം അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് വോൾട്ട്. ക്ലിയർ ആണല്ലോ? അടുത്തത് നമുക്ക് പഠിക്കണം പ്രൈമറി സെല്ലുകൾ. പ്രൈമറി സെല്ലുകൾ ഉണ്ട് അല്ലെ? സെല്ല് അല്ലെങ്കിൽ ബാറ്ററി 2 തരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? നമ്മൾ റിമോട്ടിൽ ഇടുന്ന സെല്ലുകൾ ഉണ്ട് അല്ലെ? നമ്മൾ റിമോട്ടിൽ ഇടുന്ന സെല്ലുകൾ. എന്താ ഈ സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? സെല്ലാണ് അതിന്റെ സിംഗിൾ യൂണിറ്റ്. സിംഗിൾ യൂണിറ്റ് നമ്മൾ പറയുന്ന പേരാണ് സെല്ല്. ഒരുപാട് സെല്ലുകൾ, ഒന്നിലധികം സെല്ലുകളെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബാറ്ററി. ഒരു സിംഗിൾ യൂണിറ്റ് ആണ് സെല്ല്. ഒന്നിലധികം സെല്ലുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാറ്ററി. അങ്ങനെയാണെങ്കിൽ 2 തരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല്. എന്താണ് പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാല്? പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഒറ്റ തവണ യൂസ് ചെയ്യുക, വലിച്ചെറിയ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് സെൽസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രൈമറി സെല്ല്. ഓക്കെ, പ്രൈമറി സെൽസ് ആർ ദോസ് വിച്ച് കനോട്ട് ബി റീയൂസ്ഡ്. റീയൂസ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ പറ്റാത്ത സെല്ലുകളാണ് എന്ത്? പ്രൈമറി സെല്ലുകൾ. ഒരു പർട്ടിക്കുലർ ടൈം കഴിയും നമ്മൾ എന്ത് ചെയ്യും? ടിവിയുടെ റിമോട്ടിലൊക്കെ ബാറ്ററി, നമ്മൾ വാച്ചിലെ ബാറ്ററി നമ്മൾ വലിച്ചെറിയ ചെയ്യാറുണ്ട്. റീയൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. സോ അങ്ങനത്തെ സെല്ലുകൾ നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സെല്ലുകൾ. റീയൂസ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ? പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? വോൾട്ട സെല്ല്, ദെൻ ബട്ടൺ സെല്ല്, ദെൻ ഡാനിയൽ സെല്ല്. ഓക്കെ, വോൾട്ട സെല്ല് ഏതൊക്കെയാണ്?
പ്രൈമറി സെല്ല്, വോൾട്ടാ സെല്ല്, ബട്ടൺ സെല്ല്. ബട്ടൺ സെല്ല് നമ്മുടെ ക്ലോക്ക് വാച്ചിലില്ലേ, നമ്മുടെ വാച്ചിൽ ചെറിയൊരു എന്താ പറയാ ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു സെല്ല് കാണും, ദാറ്റ് ഇസ് ബട്ടൺ സെല്ല്. വോൾട്ടാ സെല്ല്, ബട്ടൺ സെല്ല്, ഡാനിയൽ സെല്ല്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താണ് സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി സെല്ല് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പിന്റെ ചാർജ്, ബാറ്ററി, ഇതിലൊക്കെ എങ്ങനെയാടാ നമ്മൾ വീണ്ടും അല്ലെ നമ്മൾ ചാർജ് നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യാറുണ്ട് അല്ലെ. റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് എന്ത്? സെക്കൻഡറി സെല്ലുകൾ. റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളാണ് ഏത്? നമ്മുടെ സെക്കൻഡറി സെല്ല്. സെക്കൻഡറി സെല്ലുകൾ നമ്മൾ എവിടേക്കാണ്? നമ്മുടെ ഇൻവെർട്ടറിന്റെ ബാറ്ററി, കാർ ബാറ്ററി, അതേപോലെ മൊബൈൽ റീചാർജ് അല്ലെ, മൊബൈൽ ബാറ്ററി ഒക്കെ എന്താണ്? സെക്കൻഡറി സെൽ. അല്ല നമ്മൾ മൊബൈലിലെ ചാർജ് തീർന്ന വലിച്ചെറിയോ? അല്ല, നമ്മൾ എന്ത് ചെയ്യും? അതിന് റീചാർജ് ചെയ്യും. സോ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡറി സെല്ലുകള്. ഇനി അടുത്തതാണ് കോമ്പിനേഷൻ ഓഫ് സെൽസ് അല്ലെ. എങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നിയ പോലെ സെല്ല് കമ്പൈൻ ചെയ്യാൻ പറ്റുക? പറ്റത്തില്ല. രണ്ട് രീതിയിലാണ് നമ്മൾ സെല്ലുകളെ കോമ്പിനേഷൻ ചെയ്യുന്നത്, കമ്പൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാടാ? ഫസ്റ്റത്തെ മെത്തേഡാണ് സീരീസ് കണക്ഷൻ. എന്താ ഈ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് സെല്ലുകൾ എടുക്കുക അല്ലെ, രണ്ട് സെല്ലുകൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള പോലെ കണക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു സെല്ലിന്റെ പോസിറ്റീവും മറ്റേ സെല്ലിന്റെ നെഗറ്റീവും വേണം കണക്ട് ചെയ്യാൻ. ഒരു സെല്ലിന്റെ പോസിറ്റീവും മറ്റേ സെല്ലിന്റെ നെഗറ്റീവ്. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഒരു സെല്ലിന് രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും. ഏത് ഈ പോസിറ്റീവ് ടെർമിനൽ മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു പോയിന്റ് ആണ് ഇത് പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, അടുത്തത് നെഗറ്റീവ്. അപ്പൊ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ എങ്ങനെയാടാ? ഒരു സെല്ലിന്റെ നെഗറ്റീവും മറ്റേ സെല്ലിന്റെ പോസിറ്റീവും കൂടെ കണക്ട് ചെയ്യാം. ഇനി വീണ്ടും ഇവിടെ ഒരു സെല്ലുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ്. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന, ഇങ്ങനെ സെല്ലുകളെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. സീരീസ് കണക്ഷനിൽ പോസിറ്റീവ് ടെർമിനൽ, ഒരു സെല്ലിന്റെ പോസിറ്റീവ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് അനദർ സെല്ല്. ഓക്കെ, ഒരു സെല്ലിന്റെ പോസിറ്റീവ് മറ്റേ സെല്ലിന്റെ നെഗറ്റീവ് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് സീരീസ് കണക്ഷൻ. എന്താണ്? സീരീസ് കണക്ഷൻ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് കണക്ഷൻ ചെയ്യുമ്പോൾ ഉപയോഗം എന്താടാ? അല്ലെങ്കിൽ നമുക്ക് എന്താണ്? നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ അവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂടും. ഓക്കെ, സെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ as the number of cells in series connection increases, the potential difference also increases. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗറിൽ അല്ലെ, ഫസ്റ്റത്തെ ഫിഗറിൽ ഞാൻ രണ്ട് സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സെല്ലിന്റെ വോൾട്ടേജ് എത്രയാടാ? 1.5 വോൾട്ട് ആണ്. 1.5 വോൾട്ട് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യും, എനിക്ക് ടോട്ടൽ ഇവിടെ കാണുന്ന റീഡിങ് എത്രയാടാ? 3 വോൾട്ട് ആണ്. 3 വോൾട്ട്. അപ്പൊ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താടാ? ടോട്ടൽ ഇ എം എഫ്, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്താൽ. ഓക്കെ, സോ 1.5 വോൾട്ട് 1.5 രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എത്ര കിട്ടുടാ? 3 വോൾട്ട് കിട്ടും. 3 വോൾട്ട് കിട്ടും. അപ്പൊ നമ്പർ ഓഫ് സെല്ലുകളിൽ സെല്ലുകളുടെ എണ്ണം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടും? നമുക്ക് കിട്ടുന്ന ഇ എം എഫും കൂടും, വോൾട്ടേജ് കൂടും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ ഫിഗറിൽ 3 എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, സീരീസ് കണക്ഷൻ ആണ്. സോ സീരീസ് കണക്ഷനിൽ 3 സെല്ലുകൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. 3 സെല്ലുകൾ കണക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ടോട്ടൽ അല്ലെങ്കിൽ ഇ എം എഫ് എത്രയാണ്? 4.5 വോൾട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ സീരീസ് കണക്ഷനിൽ പോസിറ്റീവ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് സെക്കൻഡ് സെല്ല്. ഓക്കെ ആണല്ലോ. ഇനി ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോരുത്തരെ പിടിച്ചു കൂട്ടിയത് അല്ലെ. ടോട്ടൽ ഇ എം എഫ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 3 ആളുണ്ട് അല്ലെ, 3 ആളുണ്ട്. 1.5 വോൾട്ട് ആണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് എത്രയാണ്? 1.5 പ്ലസ് 1.5 പ്ലസ് 1.5. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഇഫ് 6 ഐഡന്റിക്കൽ സെൽസ് അല്ലെ, ഒരേപോലുള്ള സെല്ലാണ്, അതായത് എല്ലാവരുടെ വോൾട്ടേജും സെയിം ആണ്, ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടു ഫോം എ ബാറ്ററി ഓഫ് 9 വോൾട്ട്. 6 ആൾക്കാരെ നിരത്തിയിട്ടുണ്ട്. ടോട്ടൽ കിട്ടുന്ന ഇ എം എഫ് എത്രയാണ്? 9 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ഇ എം എഫ് എത്രയാണെന്നാ ചോദ്യം. ഒരാളുടെ ഇ എം എഫ് എത്രയാണ്? എങ്ങനെ ചെയ്യും? നമുക്കറിയാം ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ ഇ എം എഫ് എത്രയാടാ? ടോട്ടൽ ഇ എം എഫ് എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യണം? ഓരോരുത്തരെയും പിടിച്ചു കൂട്ടണം അല്ലെ. അപ്പൊ 6 എണ്ണം ഉണ്ട്. 6 സെല്ലുകൾ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9 വോൾട്ട് കിട്ടും. 9 വോൾട്ട്. പക്ഷെ ഒരു സെല്ല്
എത്ര വോൾട്ട് ആണ് നമുക്ക് അറിയൂല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സെല്ലിന്റെ EMF കാണണം അല്ലെ. ആ സെല്ലിന്റെ EMF കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടോട്ടൽ EMF-നെ നമ്പർ ഓഫ് സെല്ലുമായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, സോ 9/6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 1.5 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, 6 സെല്ലുകൾ ഉണ്ട്, സീരീസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ EMF 9 വോൾട്ട് ആണെങ്കിൽ ഒരാളുടെ കാണാൻ നമ്മൾ എന്താ ചെയ്യുക, ടോട്ടൽ EMF ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സെൽസ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഐഡന്റിക്കൽ ആണ് കേട്ടോ, ഐഡന്റിക്കൽ സെൽസുകളാണ്, എല്ലാ സെല്ലുകളും ഒരേ വോൾട്ടേജ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് പാരലൽ കണക്ഷൻ. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഒരാളുടെ നെഗറ്റീവ് മറ്റയാളുടെ പോസിറ്റീവ്, ഒരാളുടെ നെഗറ്റീവ് മറ്റയാളുടെ പോസിറ്റീവ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ടോട്ടൽ EMF നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സെല്ലുകളുടെ EMF-ഉം ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അവിടുത്തെ ടോട്ടൽ EMF എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ അല്ലെ. അതായത് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യത്തെ സെല്ലിലെ നെഗറ്റീവ്, രണ്ടാമത്തെ സെല്ലിലെ നെഗറ്റീവ്, പിന്നെ താഴേക്കുള്ള എല്ലാ സെല്ലുകളും നെഗറ്റീവുകൾ കണക്ട് ചെയ്യും, പിന്നെ പോസിറ്റീവുകൾ കണക്ട് ചെയ്യും. എല്ലാ സെല്ലുകളുടെയും പാരലൽ കണക്ഷനിൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് വൺ സെൽ ആർ കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് നെക്സ്റ്റ് സെൽ. ആദ്യത്തെ സെല്ലിന്റെ പോസിറ്റീവ്, രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ്, മൂന്നാമത്തെ സെല്ലിന്റെ പോസിറ്റീവ്, ഇങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഈ എഫക്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ EMF എത്രയാടാ, ഈ ഒരു ഫിഗറിൽ കാണിക്കുന്ന പോലെ നമ്മളിവിടെ ഇവിടെ നമ്മൾ 3 സെല്ലുകൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. 3 സെല്ലുകൾ കണക്ട് ചെയ്ത സീരീസ് ആണെങ്കിൽ നമ്മൾ എല്ലാം കൂടെ ആഡ് ചെയ്യണം. പക്ഷെ ഇവിടെ നിന്ന് നോക്കിയേ, ഇവിടുത്തെ എഫക്റ്റീവ് എന്താ പറയാ, നമ്മുടെ EMF എത്രയാണ്, ടോട്ടൽ EMF എത്രയാണ്, 1.5 വോൾട്ട് ആണ്. ഇത് 10 അല്ല 1000 1.5 വോൾട്ടിന്റെ 10 അല്ല 1000 നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് എത്ര തന്നെ ആയിരിക്കും, ഒരൊറ്റ ഒന്നിന്റെ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദ എഫക്റ്റീവ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ സിംഗിൾ സെൽ. ഒരു സിംഗിൾ സെല്ലിന് എന്താണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും നമുക്ക് പാരലൽ കണക്ഷനിൽ. ഓക്കെ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മുടെ ടോട്ടൽ EMF എന്ന് പറയുന്നത് എന്ത് ഒരാളുടെ EMF തന്നെ. ഓക്കെ ആണല്ലോ. അടുത്തതാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്. എന്താണ് ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെ, എത്ര കറന്റ് പോയി അത് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, സിംപ്ലി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ അല്ലേ. നമുക്കറിയാം ചാർജ് ഫ്ലോ ചെയ്യുക കൂടെ മാത്രമേ ഉള്ളൂ, കണ്ടക്ടറിലൂടെ മാത്രമേ ഉള്ളൂ അല്ലെ. സോ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ചാർജ് ഫ്ലോ ചെയ്തു, അതാണ് അതിന്റെ കറന്റ് എന്ന് പറഞ്ഞത്. കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് കൂടും കറന്റ് കുറയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. സോ എന്താ അതിന്റെ മീനിങ്, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര കറന്റ് ഫ്ലോ ചെയ്തു, ഒരു യൂണിറ്റ് ടൈമിൽ ഒരുപാട് കറന്റ് ഫ്ലോ ഒരു യൂണിറ്റ് ടൈമിൽ ഒരുപാട് ചാർജ് ഫ്ലോ ചെയ്ത കറന്റ് കൂടുതലാണ്. ഒരു യൂണിറ്റ് ടൈമിൽ കുറച്ച് ചാർജ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അവിടെയുള്ള കറന്റ് കുറവാണ്. സോ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ഫ്ലോ ചെയ്യുന്ന ചാർജുകളുടെ എമൗണ്ട് ആണ് എന്ത്, നമ്മുടെ കറന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് നമ്മുടെ യൂണിറ്റ് നോക്കണം അല്ലെ. യൂണിറ്റ് ഓഫ് കറന്റ് എന്താടാ, നമുക്കറിയാം. ആദ്യം നമ്മൾ ഏതൊരു ഇക്വേഷനും എഴുതുന്ന സമയം നമ്മൾ ആദ്യം ഏതൊരു യൂണിറ്റ് എഴുതുന്ന സമയം നമ്മൾ ആദ്യം അതിന്റെ യൂണിറ്റ് എഴുതി കൊടുക്കുക. വീണ്ടും തെറ്റി. ഓക്കെ, നമുക്ക് എന്ത് വേണം, യൂണിറ്റ് എഴുതണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇക്വേഷൻസ് എഴുതി കൊടുക്കണം. ഇക്വേഷൻ എഴുതുക. നമുക്കറിയുന്ന കാര്യമാണ് കറന്റ് I, ഇന്റൻസിറ്റി ഓഫ് കറന്റ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് I ഈക്വൽ ടു എന്താ മക്കളെ, Q/T. Q എന്ന് പറഞ്ഞാൽ എന്താണ്, Q എന്ന് പറഞ്ഞാല് ചാർജ് അല്ലെ. ചാർജിന്റെ യൂണിറ്റ് എന്താണ്, കൂളാം. ടൈമിന്റെ യൂണിറ്റ് എന്താണ്, സെക്കൻഡ്. സോ ഇന്റൻസിറ്റി ഓഫ് കറന്റിന്റെ യൂണിറ്റ് കൂളം പെർ സെക്കൻഡ്. എന്താണ്, കൂളം പെർ സെക്കൻഡ്. ഇന്റൻസിറ്റി ഓഫ് കറന്റ് സിംപ്ലി കറന്റിന്റെ യൂണിറ്റ് എന്താണ്, കൂളം പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. ഈ കൂളം പെർ സെക്കൻഡ് നമ്മൾ പറയുന്ന പേരാണ് ആംബിയർ. എന്താണ്, ആംബിയർ. കൂളം പെർ സെക്കൻഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിയർ. ഓക്കെ, അപ്പൊ കറന്റിന്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ. കറന്റിന്റെ യൂണിറ്റ് ആംബിയർ. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ കറന്റ് ഓഫ് 1.5 ആംബിയർ ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ
ഫോർ 3 സെക്കൻഡ്. ഓക്കെ, ഒരു 1.5 ആംപിയർ കറന്റ് ഒരു കണ്ടക്ടറിന്റെ ഉള്ളിലൂടെ ഫ്ലോ എത്ര സമയം? 3 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ് ദാറ്റ് പാസസ് ത്രൂ ദ കണ്ടക്ടർ. ഇത് ചെയ്ത് നോക്കിയേ, ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയേ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതാം അല്ലെ. നമുക്കറിയുന്ന കാര്യമാണ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ്, അല്ലെങ്കിൽ സിംപ്ലി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറന്റ് ഈക്വൽ ടു Q ബൈ ടി. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടടാ? കറന്റ് തന്നിട്ടുണ്ട് അല്ലെ. കറന്റ് എത്രയാണ്? കറന്റ് ഈക്വൽ ടു 1.5 ആംപിയർ. ഇനി ടൈം എത്രയാണ്? ടൈം 3 സെക്കൻഡ്സ് അല്ലെ. നേരെ ഇത് നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? കറന്റ് 1.5 ഈക്വൽ ടു Q ബൈ ടി അല്ലെ. ടി എത്രയാണ്? സോറി, ടി നമുക്ക് 3 സെക്കൻഡ് കൊടുക്കാം. എന്ന് കൊടുക്കാം. ഇനി നമുക്ക് കാണാനുള്ളത് എന്താടാ? Q ആണ് അല്ലെ, ചാർജ് ആണ്. സോ Q ഈക്വൽ ടു 3 into 1.5. So we will get 4.5 കൂളം. 4.5 കൂളം. യൂണിറ്റ് എഴുതണം, യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് പോകും കേട്ടോ. സോ കറന്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. Q കാണാൻ നമ്മൾ എന്താ ചെയ്തത്? Q കാണാൻ കറന്റ് ഇൻറ്റു ടി. ഇനി Q ആണ് കാണാൻ ചോദിച്ചതെങ്കിലോ? Q ആണെങ്കിൽ കറന്റ് ഇൻറ്റു ടി. പിന്നെ ടി കാണാൻ പറഞ്ഞാലോ? കറന്റ് ബൈ Q. ഓക്കെ, സോ ഒന്ന് നോക്കി വെക്കുക. ആ ക്വസ്റ്റ്യൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം വരക്കണം. എന്ത് ഈ സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു നമ്മളെ വഴിയില്ലേ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും, നമ്മൾ റോഡിലൂടെയാ പോകും അല്ലെ, നമുക്ക് ഇഷ്ടമുള്ള പോലെയാണോ? അല്ല. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് കറന്റിന് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാത്ത് ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പാത്തിലൂടെയാണ്. ഈ പാത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്യൂട്ട്. എന്താണ്? സർക്യൂട്ട് അല്ലെ. കറന്റ് ഫ്ലോ ചെയ്യുന്ന നമ്മുടെ ഈ പാത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സർക്യൂട്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് നമുക്ക് എന്തുണ്ടാവും? ബെല്ലുണ്ടാവും, സ്വിച്ച് ഉണ്ടാവും, ഫാൻ ഉണ്ടാവും, ബൾബ് ഉണ്ടാവും, വോൾട്ട്മീറ്റർ, ആമീറ്റർ, ഇങ്ങനെ ഒരുപാട് കോമ്പണൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരക്കുമ്പോൾ ഒരു ഫാൻ വരക്കുക, ഒരു സ്വിച്ച് വരക്കുക, ഒരു ബാറ്ററി വരക്കാൻ കഴിയൂല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ബാറ്ററിക്കും സ്വിച്ചിനും ബൾബിനും എൽഇഡിക്കൊക്കെ പകരം നമുക്ക് എന്തുണ്ടാ? സിംബൽസ് ഉണ്ട്. എന്തുണ്ട്? സിംബൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരക്കുമ്പോൾ ഈ ഒരു സിംബൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാ? വരക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെല്ല് എങ്ങനെയാടാ വരക്കുക? ഒരു വലിയ വര, ഒരു ചെറിയ വര. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ സെല്ല്. ഓക്കെ, സോ ദിസ് ഈസ് ദ സിംബൽ ഓഫ് സെൽ. ഓക്കെ, ഇതില് ഈ വലിയ വര എന്താ മക്കളെ? പോസിറ്റീവ് ടെർമിനലും ചെറിയ വര നെഗറ്റീവ് ടെർമിനലാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ബാറ്ററി അല്ലെ. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രിക് സിംബൽസ് നമുക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ. കാരണം ഇതില് നമ്മൾ 2 വരുന്നതൊക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക, തറോ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ബാറ്ററി എങ്ങനെയാടാ? ഒരു പോസിറ്റീവ്, ഒരു അതായത് നമുക്കറിയാം സെല്ലും ബാറ്ററിയും തമ്മിൽ ഒന്നിലധികം സെല്ലാണെങ്കിൽ നമുക്ക് ബാറ്ററി എന്ന് പറയാം. സോ ദിസ് ഈസ് ബാറ്ററി. ഇനി സ്വിച്ച്. സ്വിച്ച് എന്താണ്? സ്വിച്ച് ഓണാ ഓഫാ? സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. ഇതോ സ്വിച്ച് ഓൺ. ഓക്കെ, ഇനി ഇതാണ് ബൾബ്, ദെൻ LED, വോൾട്ട്മീറ്റർ അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വോൾട്ട്മീറ്റർ. അടുത്ത് അമീറ്റർ അല്ലെ, കറന്റ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അമീറ്റർ. അപ്പൊ ഈ ഇലക്ട്രിക്കൽ സിംബൽസുകൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ട് ഡയഗ്രാം സിമ്പിൾ ആയിട്ട് വരക്കാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു സെല്ല്, പിന്നെ ബാറ്ററി, ഒരു സ്വിച്ച് കേട്ടോ, പിന്നെ ഒരു ബൾബും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ? പഠിച്ചു വെക്കുക. പിന്നെ വോൾട്ട്മീറ്റർ, അമീറ്റർ നമുക്ക് പെട്ടെന്ന് വരക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ ചോദിച്ചാല് ഒരിക്കലും സെല്ലോ ബാറ്ററിയോ അല്ല വരച്ചു വെക്കേണ്ടത്, അതിന്റെ സിംബൽസ് ആണ് വരക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇലക്ട്രിക് സർക്യൂട്ട് അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ സിംബൽസുകൾ നമുക്ക് അറിയണം. അപ്പൊ സെല്ല്, ബാറ്ററി, സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ഉണ്ട് കേട്ടോ. ബൾബ്, LED, വോൾട്ട്മീറ്റർ, അമീറ്റർ. അടുത്തതാണ് ഓംസ് ലോ അല്ലെ. ഓംസ് ലോ പറഞ്ഞത് എന്താടാ? ഒരു സർക്യൂട്ടിന്റെ ഉള്ളിലൂടെ കറന്റ് പോകുകയാണെങ്കിൽ ഈ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
ഓക്കെ, കറന്റ് എത്രത്തോളം കറന്റ് പോകുന്നുണ്ടോ അതിന് നേരനുപാതത്തിലാണ് ആര് നമ്മുടെ പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് or we can say current is directly proportional to potential difference. Current is directly proportional to potential difference. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, സോ ഒരു ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കറന്റ് ഐ പ്രപ്പോർഷണൽ ടു വി, ഐ പ്രപ്പോർഷണൽ ടു വി. ഫിസിക്സിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ പ്രപ്പോർഷണാലിറ്റിയെ നമ്മൾ മാറ്റാറുണ്ട്. സോ ഐ ഈക്വൽ ടു എന്താ നമുക്ക് എഴുതാം? ഇങ്ങനെ എഴുതാം, ചെറിയ മിസ്റ്റേക്ക്, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സോ നമുക്ക് എങ്ങനെ എഴുതാം? വി പ്രപ്പോർഷണൽ ടു ഐ, വി പ്രപ്പോർഷണൽ ടു ഐ. ഇനി ഈ പ്രപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുന്നത് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, ഈ പ്രപ്പോർഷണാലിറ്റിയെ നമ്മൾ മാറ്റുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് ആർ. എന്താണ്? ആറ്. ആറ് നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. എന്താ വിളിക്കുക? റെസിസ്റ്റൻസ്. ആറിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ വി ഈക്വൽ ടു ഐ ആർ, വി ഈക്വൽ ടു ഐ ആർ. അപ്പൊ ഹോംസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കുക. അപ്പൊ നിങ്ങൾ എഴുതുക ഹോംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the current through a conductor is directly proportional to potential difference across the conductor when the temperature is constant. When the temperature is constant. So V proportional to I, V equal to I R. R നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ്. എന്താ വിളിക്കുക? റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹോംസ് ലോന്റെ ഒരു ട്രയാങ്കിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ, ഐ ഈക്വൽ ടു വി ബൈ ആർ, ഐ ഈക്വൽ ടു വി ബൈ ആർ. ഇനി ആർ ഈക്വൽ ടു വി ബൈ ഐ, വി ബൈ ഐ, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓക്കെ, ഇനി ഈ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് എന്ത് മക്കളെ? ഓം ട്ടോ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം, കറന്റിന്റെ യൂണിറ്റ് ആംബിയർ. ഓക്കെ, ആംബിയർ. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കണം. ഓംസ് ലോ നോക്കി വെക്കണം കേട്ടോ. റെസിസ്റ്റൻസ്, യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്. ഓക്കെ, ഇനി ഗ്രാഫിക്കൽ റെപ്രസെന്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വി കൂടുമ്പോ ഐ കൂടും, വി കുറയുമ്പോ ഐ കുറയും. സോ നമ്മൾ ഈ വോൾട്ടേജ് അക്രോസ് വൈ ആക്സിസിലും കറന്റ് അക്രോസ് എക്സ് ആക്സിസിലും വരക്കുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അപ്പൊ ഈ ഓംസ് ലോന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഓംസ് ലോന്റെ ഗ്രാഫ്. ഒരു തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഓംസ് ലോന്റെ ഗ്രാഫ് ഏതാണ്? സോ ദിസ് ഈസ് ഓംസ് ലോന്റെ ഗ്രാഫ്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞു റെസിസ്റ്റൻസ് അല്ലെ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സാധനം ഈ കറന്റിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുക. കറന്റിന്റെ ഫ്ലോനെ ഓപ്പോസ് ചെയ്യുന്ന ആളാണ് ആര്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് ചെയ്യും? കറന്റ് കുറയും. റെസിസ്റ്റൻസ് കൂടിയാൽ കറന്റ് കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറന്റ് കൂടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് നമ്മുടെ കണ്ടക്ടർ ഉണ്ടാക്കിയ മെറ്റീരിയൽ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. പിന്നെ തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ, തിക്നെസ് ഓഫ് ദ കണ്ടക്ടർ. അടുത്തതാണ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ലെങ്ത് കൂടിയാൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, thickness of the conductor, length of the conductor, temperature of the conductor. ലെങ്ത് കൂടിയാൽ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. ഇതിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ആര്? നമ്മുടെ റിയോസ്റ്റാറ്റ്. ഓക്കെ, റിയോസ്റ്റാറ്റ്. ഓക്കെ, റിയോസ്റ്റാറ്റ് എങ്ങനെയാണ്? ലെങ്ത് കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ ആണല്ലോ. ഓക്കെ ആണല്ലോ. അടുത്തത് റെസിസ്റ്റേഴ്സ്. നമ്മളിപ്പോ സെല്ല് നമ്മൾ സീരീസിലും പാരലലും കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് റെസിസ്റ്ററുകൾ നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാടാ? സീരീസ് കണക്ഷൻ. സീരീസിൽ കണക്ട് ചെയ്യുക. രണ്ട് റെസിസ്റ്ററുകൾ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണെന്നറിയോ? സീരീസിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എന്ത് ചെയ്യും? രണ്ട് റെസിസ്റ്ററുകളുടെ ഇടയിലും ഡിവൈഡ് ചെയ്യും. എന്താണ്? രണ്ട് റെസിസ്റ്ററുകളുടെ ഇടയിലും ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ വി വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഈ വി വോൾട്ടേജ് രണ്ട് റെസിസ്റ്ററുകളിലായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ 3 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഈ 3 എന്ത് ചെയ്യും?
1ഓ 2ഓ അങ്ങനെ ആയിട്ട് നമ്മൾ രണ്ടും ഇവര് ഡിവൈഡ് ചെയ്ത് എടുക്കും. പക്ഷെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത എന്താടാ, അവിടെയുള്ള കറന്റ് സെയിം ആണ്. സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറന്റ് സെയിമും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പോ ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ കറന്റ് എന്താടാ, കറന്റ് സെയിം ആണ്. പിന്നെ വോൾട്ടേജ് ഡിഫറെന്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡഡ് ബിറ്റ്വീൻ ദ റെസിസ്റ്റേഴ്സ്. രണ്ട് റെസിസ്റ്ററുകളുടെ 2ഓ 3ഓ എത്ര ആയിക്കോട്ടെ, ഈ കൊടുക്കുന്ന ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. പക്ഷെ എന്താണ്, ഓരോ റെസിസ്റ്ററിന്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്തായിരിക്കടാ, സെയിം ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് എന്ത് ചെയ്യണം, ഒരു സീരീസ് കണക്ഷനിലാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു സീരീസ് കണക്ഷൻ ആണ് അല്ലെ. ഈ സീരീസ് കണക്ഷൻ ഒന്ന് നോക്കിയേ. ഈ ഫിഗർ നോക്കുമ്പോൾ ഒരു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു വോൾട്ടേജ് കൊടുത്തു. ഓക്കെ, അങ്ങനെ കറന്റ് ഫ്ലോ ചെയ്യുന്നു, കറന്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. പിന്നെയോ ഇവിടെ എത്തുമ്പോ കറന്റ് ഇങ്ങനെ ഈ റെസിസ്റ്റർ R2 പിന്നെ R1, അതായത് പിന്നെ വീണ്ടും ഈ I എന്ന് പറയുന്ന കറന്റ് ഇതിലൂടെ ഇങ്ങനെ വന്ന് നെഗറ്റീവിലേക്ക് എത്തും, നെഗറ്റീവിലേക്ക് എത്തും. അപ്പൊ ഇതിലെങ്ങനെയാണ് നമ്മൾ ഈ കൊടുത്ത വോൾട്ടേജ് ഇവിടെ എത്തുമ്പോൾ ഇതിന് കുറച്ചായിട്ടും ഇതിന് വീട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ 3 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇയാൾക്ക് 1 വോൾട്ടും ഇയാൾക്ക് 2 വോൾട്ടും ആയിരിക്കും. ഓക്കെ, 2 വോൾട്ടും ആയിരിക്കും. അതായത് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്തില്ല, നമ്മുടെ കറന്റ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു സീരീസിലാണ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? ഇപ്പൊ നമുക്കറിയാം V=IR ആണ് അല്ലെ. V=IR അക്കോർഡിംഗ് ടു ഹോംസ് ലോ അല്ലെ. അപ്പൊ ഈ ഒരു സർക്യൂട്ടിലെ മൊത്തം നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, I ഇൻറ്റു ഇതിലുള്ള മൊത്തം റെസിസ്റ്റൻസ് എടുക്കണം അല്ലെ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കണം. അല്ലാതെ നമ്മൾ R2 R1 സെപ്പറേറ്റ് എടുത്താൽ പോരാ, ടോട്ടൽ ആയിട്ട് എടുക്കണം. സോ R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, R1 പ്ലസ് R2. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ എന്താടാ, R1 പ്ലസ് R2. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാണ്, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് അല്ലെ, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാണ്. എങ്ങനെയാ, സീരീസിലാണ് കണക്ട് ചെയ്യുന്നത്. എത്ര ഓം ആണ്, 6 ഓം. 6 ഓമുള്ള n റെസിസ്റ്ററുകൾ കണക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതി, n ഇൻറ്റു 6 ചെയ്താൽ മതി. n റെസിസ്റ്ററുകൾ, ഓരോ റെസിസ്റ്ററും 6 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഞാൻ എന്ത് ചെയ്താൽ മതിയടാ, NR. എന്താണ്, NR. n ഇൻറ്റു എത്ര എണ്ണം ഉണ്ടോ അത് നമ്പർ ഇൻറ്റു ഒരാളുടെ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. Okay, when 10 resistors are 2 ohm, each are connected in series, what is the effective resistance? ചെയ്ത് നോക്കിയേ. n എത്രയാണ്, n 10 ആണ്. അല്ലെ, എത്ര എണ്ണം ഉണ്ടടാ, 10 അല്ലെ. 10 റെസിസ്റ്റേഴ്സ്, ഒരാളുടെ ആറിന്റെ വാല്യൂ എത്രയാണ്, ഒരാളുടെ റെസിസ്റ്റൻസ് 2 ഓം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താണ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പൊ നമുക്കറിയാം R എഫക്റ്റീവ് അല്ലെങ്കിൽ R എഫക്റ്റീവ് കാണാൻ നമ്മൾ എങ്ങനെയാണ്, R എഫക്റ്റീവ് ഇക്വൽ ടു 2 എണ്ണം ആണെങ്കിൽ R1 പ്ലസ് R2, 10 എണ്ണം ആണെങ്കിലോ R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര പ്ലസ് R10 വരെ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, n ഇൻറ്റു R, n എത്രയാണ്, 10 ഇൻറ്റു 2. സോ R എഫക്റ്റീവ് എത്രയാടാ, 20 ഓം. R എഫക്റ്റീവ് 20 ഓം. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയേ, ഹൗ മെനി റെസിസ്റ്റേഴ്സ് അല്ലെ, എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണം, n കാണണം. ഓഫ് റെസിസ്റ്റൻസ് 6 ഓം, ഒരാളുടെ റെസിസ്റ്റൻസ് എത്രയാണ്, 6 ഓം ആണ്. 6 ഓം ഉള്ള എത്രയോ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തപ്പോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി, 42 ഓം കിട്ടി. എങ്ങനെയാണ്, n റെസിസ്റ്ററുകൾ ഒരാളുടെ റെസിസ്റ്റൻസ് എത്രയാണ്, 6 ഓം. അതായത് n റെസിസ്റ്ററുകൾ ഉണ്ട്, ഒരാളുടെ റെസിസ്റ്റൻസ് 6 ഓം ആണ്. ഇങ്ങനെ കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി, 42 ഓം കിട്ടി. അങ്ങനെയാണെങ്കിൽ
എത്ര റെസിസ്റ്ററുകൾ ഉണ്ടെന്ന ചോദ്യം. സോ n ഈക്വൽ ടു നമ്മൾ എങ്ങനെ കാണാം? n ഈക്വൽ ടു 42 ഓം ഡിവൈഡഡ് ബൈ 6 ഓം. ഓമും ഓമും ക്യാൻസൽ ചെയ്തു. 42 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 7. ഓക്കെ, എത്ര റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്? 7 റെസിസ്റ്ററുകൾ. ഓരോരുത്തർക്കും 6 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? എഫക്റ്റീവ് റെസിസ്റ്റൻസ് 42 ഓം എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, എഗെയിൻ അടുത്തതാണ് പാരലൽ കണക്ഷൻ. അപ്പൊ സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 ആണ്. അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കറന്റോ സെയിം ആണ്. ഓക്കെ ആണല്ലോ? ഇനി പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? പാരലൽ കണക്ഷനിൽ കറന്റ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, കറന്റ് ഡിവൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞത് കറന്റ് എന്ത് ചെയ്യുന്നില്ല? ഡിവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, ബി എന്ന് പറയുന്ന വോൾട്ടേജ് കൊടുക്കുന്നു, കറണ്ട് ഇങ്ങനെ പോയി ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ കറന്റ് I1 ആൻഡ് I2 ആയി സ്പ്ലിറ്റ് ചെയ്യും. I1 കറന്റ് R1 റെസിസ്റ്ററിലൂടെ പോകുന്നു, I2 കറന്റ് R2 റെസിസ്റ്ററിലൂടെ പോകുന്നു, വീണ്ടും ഇവിടെ എത്തുന്നു, ഇവിടെ ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ I ആയിട്ട് വരുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ് സെയിം ആണ്, കറന്റ് ഡിഫറെന്റ് ആണ്. ഒരു പാരലൽ കണക്ഷൻ ആണെങ്കിൽ വോൾട്ടേജ് സെയിം ആണ്, കറന്റ് ഡിഫറെന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്കതിന്റെ എന്താ പറയാ, നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നതുണ്ട് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഇമ്പോർട്ടന്റ് ഇല്ല. ഹാഫ് ടൈം യു ക്യാൻ ലുക്ക്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. റെസിസ്റ്ററുകളെ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, പാരലൽ കണക്ഷൻ ആണെങ്കിൽ അവിടെ കിട്ടുന്ന നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാരണം N×R ചെയ്തത് അല്ലെ. ഇനി പാരലൽ കണക്ഷൻ ആണെങ്കിൽ, പാരലൽ ആണ് നമ്മൾ കണക്ട് ചെയ്തത് എങ്കിൽ നമ്മുടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കാണുക? N/R. എന്താണ്? N/R. N റെസിസ്റ്ററുകൾ ഓരോരുത്തർക്കും 6 ഓം ആണ്. സോ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താടാ? N/R. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റെസിസ്റ്ററുകൾ. R എന്ന് പറഞ്ഞാൽ ഒരാളുടെ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ റീഡ് ചെയ്തോളൂ കേട്ടോ. വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 5 10 ഓം റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ? 5 അല്ലെ, 5 എണ്ണം ഉണ്ട്. ഓരോരുത്തർക്കും എത്രയാണ്? 10 ഓം ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസ് ആണോ പാരലൽ ആണോ? സീരീസ് ആണെങ്കിൽ N×R ആണ്. പക്ഷെ പാരലൽ ആണെങ്കിലോ നമുക്കറിയാം, പാരലലിൽ നമ്മൾ എഫക്റ്റീവ് R എഫക്റ്റീവ് നമ്മൾ എങ്ങനെയാ കാണുക? R എഫക്റ്റീവ് ഈക്വൽ ടു N/R. N എത്രയാണ്? നമ്പർ ഓഫ് റെസിസ്റ്ററുകളാണ് N. 5 റെസിസ്റ്ററുകളാണ്, ഓരോരുത്തർക്കും 10 ഓം ആണ് അല്ലെ. സോ 5/10 we will get 1/2. 1/2 that is 0.5 ohm. 0.5 ohm. Okay, so effective resistance എത്രയാണ്? 0.5 ohm ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ ഈ ഒരു ഇവിടെ തുടങ്ങുന്നതിന് നമുക്ക് അറിയേണ്ട കാര്യം, വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? വോൾട്ട് മീറ്ററും അമ്മീറ്ററും എങ്ങനെ കണക്ട് ചെയ്യും? ഈ വോൾട്ട് മീറ്ററും അമ്മീറ്ററും നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യണം. എങ്ങനെയാണ്? വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവും ഓക്കെ, വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് നോക്കിയേ. വോൾട്ട് മീറ്റർ എടുക്കുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവും പിന്നെ ബാറ്ററിയുടെ പോസിറ്റീവും, വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്, വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് പിന്നെ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക്, പിന്നെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്. ഇനി അമീറ്റർ ആണെങ്കിലോ, അമീറ്റർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അമീറ്ററിന്റെ ഇതേപോലെ തന്നെ അമീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, അമീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. ഓക്കെ, അമീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, അമീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് വോൾട്ട് മീറ്റർ ആണെങ്കിലും അമീറ്റർ ആണെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനി
വോൾട്ട്മീറ്റർ നമ്മൾ എപ്പോഴും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. വോൾട്ട്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അമീറ്റർ എങ്ങനെ കണക്ട് ചെയ്യടാ? അമീറ്റർ നമ്മൾ സീരീസ് ആക്കി ശ്രേണീയ രീതിയിലാണ് നമ്മൾ അമീറ്റർ കണക്ട് ചെയ്യുക. അമീറ്റർ നമ്മൾ സോറി ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് വോൾട്ട്മീറ്റർ, നമ്മൾ വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, വോൾട്ട്മീറ്റർ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്, അമീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, അമീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. ഇനി വോൾട്ട്മീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണടാ? വോൾട്ട്മീറ്റർ നമ്മൾ പാരലൽ കണക്ഷൻ ആണ്. വോൾട്ട്മീറ്റർ എങ്ങനെയാണ്? പാരലൽ കണക്ഷനും. അമീറ്റർ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സീരീസ് ആണ്. ഓക്കെ, ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ, അല്ലെ? ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ആർ ദ അമീറ്റേഴ്സ് ആൻഡ് വോൾട്ട്മീറ്റർ കണക്റ്റഡ്, അല്ലെ? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അമീറ്ററിന്റെ നെഗറ്റീവ് വന്നിട്ടുള്ളത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ശരിയാണ്, അല്ലെ? ഇനി ഇവിടെ നോക്കിയേ, വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെ കറക്റ്റ് ആണ്. പക്ഷെ എന്താടാ, അമീറ്ററും വോൾട്ട്മീറ്ററും സീരീസിലാണ്, അല്ലെ? വോൾട്ട്മീറ്റർ നമുക്ക് എങ്ങനെ വരണം? പാരലൽ ആയിട്ട് വരണം. എങ്ങനെ വരണം? പാരലൽ ആയിട്ട്, അല്ലെ? ഇവിടെ അമീറ്റർ സീരീസ് ആണ്, കറക്റ്റ് ആണ്. ഇവിടെയും കറക്റ്റ് ആണ്, ഇവിടെയും കറക്റ്റ് ആണ്. പക്ഷെ എന്താ പ്രശ്നം? നമ്മുടെ വോൾട്ട്മീറ്ററിനെ നമ്മൾ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തത്. ഇങ്ങനെയാണ്, പാരലൽ കണക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? വോൾട്ട്മീറ്റർ നമുക്ക് പാരലൽ കണക്ഷൻ വേണം, പക്ഷെ ഇവിടെ എങ്ങനെയാണ്? സീരീസ് ആണ്. ഇവിടെ എങ്ങനെയാണ്? സീരീസ് ആണ്. സോ ഈ ഫിഗർ എന്താടാ? ആണ്. രണ്ടാമത്തെ ഫിഗർ നോക്കടാ. ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവും ബാറ്ററിയുടെ പോസിറ്റീവും, അമീറ്ററിന്റെ നെഗറ്റീവും ബാറ്ററി കറക്റ്റ് ആണ്. പക്ഷെ എന്താണ്? അമീറ്റർ എങ്ങനെയാണ്? അമീറ്റർ പാരലലാണ്, വോൾട്ട്മീറ്റർ സീരീസ് ആണ്, അല്ലെ? ഇതിന്റെ ഓപ്പോസിറ്റ് കണക്ഷൻ വേണം, അല്ലെ? അമീറ്റർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? സീരീസ് ആണ്. അപ്പൊ ഇത് തെറ്റാണ്, ഇവിടെയും തെറ്റാണ്. ഓക്കെ, സോ ഈ ഫിഗർ തെറ്റാണ്. ക്ലിയർ ആണല്ലോ? ഇനി മൂന്നാമത്തെ ഫിഗർ നോക്ക്. മൂന്നാമത്തെ ഫിഗറിൽ വോൾട്ട്മീറ്റർ എങ്ങനെയാണ്? വോൾട്ട്മീറ്റർ പാരലലാണ്, കറക്റ്റ് ആണ്, അല്ലെ? വോൾട്ട്മീറ്റർ പാരലൽ, അതായത് നമ്മൾ ഈ ഒരു ബൾബിന് പാരലൽ ആയിട്ടാണ് നമ്മുടെ വോൾട്ട്മീറ്റർ വന്നിട്ടുള്ളത്. സോ ഇതെന്താണ്? ഇത് കറക്റ്റ് ആണ്, അല്ലെ? ഇത് കറക്റ്റ് ആണ്. പിന്നെന്താ? അത് മാത്രം നോക്കിയാൽ മതി? അല്ല, വോൾട്ട്മീറ്ററിന്റെ നെഗറ്റീവും ബാറ്ററിയുടെ നെഗറ്റീവും കറക്റ്റ് ആണ്. പിന്നെ അമീറ്ററിന്റെ പോസിറ്റീവും വോൾട്ട്മീറ്ററിന്റെ ബാറ്ററിയുടെ പോസിറ്റീവും കറക്റ്റ് ആണ്. അമീറ്റർ സീരീസ് ആണ്, വോൾട്ട്മീറ്റർ പാരലൽ ആണ്. സോ ഈ ഒരു ഫിഗർ എന്താണ്? ഈ ഒരു ഫിഗർ കറക്റ്റ് ആണ്. ഈ ഒരു ഫിഗർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, സോ ഈ ഒരു ഫിഗർ എന്താടാ? ഈ ഒരു ഫിഗർ, മൂന്നാമത്തെ ഫിഗർ കറക്റ്റ് ആണ്. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഇനി ഡി നോക്കിയേ. ഡി നോക്കുമ്പോ വോൾട്ട്മീറ്റർ എന്താണ്? പാരലലൊക്കെ തന്നെയാണ്. പക്ഷെ നോക്കടാ, ഈ വോൾട്ട്മീറ്ററിന്റെ പോസിറ്റീവ് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവിലോട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, അമീറ്ററും വോൾട്ട്മീറ്ററും എങ്ങനെയാണ്? ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് പിന്നെ ബാറ്ററി നെഗറ്റീവിലോട്ട്. ഓക്കെ, അമീറ്ററിന്റെ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവ്, അമീറ്ററിന്റെ നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ്. പക്ഷെ എന്ത് വേണടാ? അമീറ്റർ സീരീസിലായിരിക്കണം, പിന്നെ വോൾട്ട്മീറ്റർ പാരലൽ ആയിരിക്കണം. അടുത്തത് മാച്ച് ദ ഫോളോയിങ്, അല്ലെ? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, അല്ലെ? അപ്പൊ അതിന്റെ എങ്ങോട്ട് മാച്ച് ചെയ്യാം? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, എല്ലാവരും നോക്കിയിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയേ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങോട്ടാണ്? W/Q. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട്, അല്ലെ? ഇനി കറന്റ് എന്താണ്? കറന്റ് ഈക്വൽ ടു Q/T. കറന്റിന്റെ യൂണിറ്റ് ആണ് ആംപിയർ കേട്ടോ. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? V/I. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം കേട്ടോ. യൂണിറ്റുകൾ നല്ല വണ്ണം പഠിച്ചു വെക്കണേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ്? ഓം ആണ് കേട്ടോ. ആണല്ലോ? നേരെ പോകുന്ന ലാസ്റ്റ് അല്ല, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യന്? 50 joule of work is done to move an electric charge of 5 coulomb from point
M to N in an electric circuit. What is the potential difference? What is the potential difference? ഒന്ന് നോക്കിയേ, എങ്ങനെ നമ്മളത് ചെയ്യും? അതായത് എം എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു? 5 കൂളം ചാർജിനെ കൊണ്ടുവന്നു. എത്രയാ? 5 കൂളം ചാർജിന്. ഈ 5 കൂളം ചാർജിനെ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടടാ? 50 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ്? എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും എന്ന് പറയുന്ന പോയിന്റിലേക്ക് 5 കൂളം ചാർജിനെ കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്തു? 50 ജൂൾ വർക്ക് ചെയ്തു. 50 ജൂള് വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു Q ബൈ ടി. Q എത്രയാണ്? Q ബൈ ടി ആണോ? അല്ല, W ബൈ, ഒരു മിനിറ്റ്. ഓക്കെ, so V equal to W by Q. W by Q. Okay. So W എത്രയാണ്? 50 ജൂൾ അല്ലേ? എത്രയാ ചാർജ്? 5. സോ നമുക്ക് എന്ത് കിട്ടും? 10 വോൾട്ട്. എത്രയാണ്? 10 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാടാ? 10 വോൾട്ട്. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V equal to W by Q. W 50 ജൂൾ ആണ്, Q 5 കൂളാം. സോ ആൻസർ ഈസ് 10 വോൾട്ട്. എന്താണ്? 10 വോൾട്ട്. ഓക്കെ ആണല്ലോ? We are moving to the last question. Okay. Analyze the circuit given below and answer the following question. ആദ്യം മിസ് ചോദിക്കട്ടെ, ഇത് ഏത് കണക്ഷൻ ആടാ? ഈ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്തിട്ടുള്ള ഏതിലാണ്? സീരീസ് കണക്ഷൻ. ഓക്കെ, സീരീസ് കണക്ഷനിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ അല്ലെ പേര് കൊടുക്കാം, അപ്പോഴേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തോടാ? ഈ 2 ഓം റെസിസ്റ്ററിനെ ഞാൻ R1 എന്ന് പേര് കൊടുത്തു. ഈ 1 ഓം റെസിസ്റ്ററിനെ ഞാൻ R2 എന്ന് പേര് കൊടുത്തു. R2. ഓക്കെ, 2 റെസിസ്റ്ററുകൾ ഉണ്ട്, R1 R2. ഇവരെ സീരീസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 6 വോൾട്ട് ആണ് ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇങ്ങനെ കറന്റ് ഒക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമുക്കറിയാം സീരീസിലാണ് കണക്ട് ചെയ്തത് എങ്കിൽ R എഫക്റ്റീവ് നമ്മൾ എങ്ങനെയാണ് കാണുക? R1 പ്ലസ് R2. സോ 1 ഓം പ്ലസ് 2 ഓം ഈക്വൽ ടു 3 ഓം. സോ R എഫക്റ്റീവ് എത്രയാണ്? 3 ഓം. അങ്ങനെയാണെങ്കിൽ ചോദ്യം അടുത്തത്, വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട്? അല്ലെ, ഈ സർക്യൂട്ടിൽ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്രയാണെന്നാ ചോദ്യം. സോ ഫ്രം ഹോംസ് ലോ I equal to എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കുക? I equal to V by R. എത്രയാണ് V? എത്രയാണ്? 6 വോൾട്ട് അല്ലെ? 6 വോൾട്ട്. R എത്രയാണ്? ഇത് എടുക്കണം കേട്ടോ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കണം. ത്രൂ ദ സർക്യൂട്ട് ആണ്. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 ഓം. ഓക്കെ, സോ 6 by 3 2 ആംപിയർ എന്ന് കിട്ടും. എന്ത് കിട്ടും? 2 ആംപിയർ. കറന്റ് എത്രയാണ്? 2 ആംപിയർ. ഓക്കെ, സോ വാട്ട്സ് ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട്? എത്രയാണ്? 2 ആംപിയർ. കറന്റ് എത്രയാണ്? 2 ആംപിയർ. ഓക്കെ ആണല്ലോ? സോ I equal to V by R. 6 by 3 2 ആംപിയർ എന്ന് കിട്ടും. സി എന്താണ്? സി ഓക്കെ, സോ സി എന്താണ്? വാട്ട്സ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ? ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. എന്ത് ചെയ്യണം? ഇവിടെയുള്ള കറന്റ്, ഓക്കെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയുള്ള കറന്റ് ഇൻറ്റു ഇവിടെയുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള കറന്റ് ഇൻറ്റു അവിടെയുള്ള റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം കറന്റ് സെയിം ആണ്. സോ നമുക്ക് എന്ത് കാണാം? V1 ഈക്വൽ ടു I ഇൻറ്റു R1. ഓക്കെ, I എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 2 ആംപിയർ. പിന്നെ R1 എത്രയാണ്? 2. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 2 ഓം റെസിസ്റ്റർ എത്രയാടാ? 4 വോൾട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ 1 ഓം റെസിസ്റ്റർ?
എങ്ങനെയാ 1 ഓം റെസിസ്റ്ററിലൂടെ കറന്റ് ഫ്ലോ ചെയ്യും? നമുക്ക് എത്ര കറന്റാ നമുക്കറിയാം. ഇക്വേഷൻ വെച്ച് ചെയ്യണോ? വേണ്ട. നമുക്കറിയാം ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എന്താണ്? സെയിം ആണ്. അവിടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് സെയിം ആണ്. സോ എത്രയാണ് കറന്റ്? 2 ആംപിയർ അല്ലെ? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വാട്ട്സ് ബി ക്വസ്റ്റ്യൻ അല്ലെ? ബി ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി വെച്ചാൽ മതി. 2 ആംപിയർ മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ. അപ്പൊ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം വോൾട്ടേജ് ഡിഫറൻറ്റും കറന്റ് സെയിം ആണ്. പാരലൽ കണക്ഷൻ ആണെങ്കിൽ കറന്റ് ഡിഫറൻറ്റും വോൾട്ടേജ് സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി സീരീസ് കണക്ഷൻ ആണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? R1 പ്ലസ് അല്ലെങ്കിൽ R2 അല്ലെങ്കിൽ NR ചെയ്യുക. പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പാരലൽ കണക്ഷനിൽ R1 പ്ലസ് R2 ചെയ്താൽ കിട്ടത്തില്ല. എന്താണ്? R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2 അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി N/R ചെയ്താൽ മതി. N/R ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കിയത്? എന്തൊക്കെ നോക്കി? നമ്മൾ ആദ്യം കറന്റ്, അതിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു W ബൈ Q. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പിന്നെ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് I ഈക്വൽ ടു Q ബൈ T, ആംബിയർ യൂണിറ്റ് ആണ്. പിന്നെ സെല്ലുകൾ നമ്മൾ സീരീസിൽ കണക്ട് ചെയ്യുന്നുണ്ട്. സെല്ലുകളെ പാരലൽ കണക്ഷൻ ഉണ്ട്. പിന്നെ റെസിസ്റ്ററുകളെ നമ്മൾ സീരീസ് കണക്ഷൻ ഉണ്ട്, പാരലൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ ആണല്ലോ. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ഉള്ളിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ആസ് എ റിവിഷൻ ഉള്ള രീതിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു.